സ്ത്രീ ബലഹീനമാത്രമേ എങ്കിൽ ജീവദായകമായ തനിക്ക് തുല്യ അവകാശം അവളോട്
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ച് ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലും എന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളകുന്നു, അതിഥികൾക്ക് ലഹരി വിളിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മൗനം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന ഘടകങ്ങളായ ആശംസ്, മരിയ, അവരുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, ആദ്യമായി തന്നെ ഈ മഹനീയ നിമിഷത്തിന്റെ എല്ലാവിധ ആശംസകളും മരിയയ്ക്കും നേരുന്നു. ആശംസ എന്ന വാക്കിന് ഒരർത്ഥം നൽകുന്ന വ്യക്തിയാണ് നമ്മുടെ ആശംസ. അത് വളരെ വ്യത്യസ്തമായ നാമുള്ളത് കൊണ്ട് തന്നെ ആശംസനോട് പറയുന്നതെല്ലാം ആശംസ എന്നായിരിക്കും, നമ്മളുടെ ആഗ്രഹങ്ങളായിരിക്കും. ഒത്തിരിയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി കർത്താവിന്റെ തിരുമുമ്പിൽ ഒരു പുതിയ വിവാഹ ജീവിതം ആഗ്രഹിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടായിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും. ഇത് വിശുദ്ധമായ ഒരു ഉദാശയാണ്. ഒത്തിരിയേറെ അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവം നിങ്ങളുടെ ഇരുവരെയും യോജിപ്പിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ നയിക്കുന്നതിനായി ഈ വിശുദ്ധ ഉദാശയിൽ സഭ നിങ്ങളെ ഗ്രഹിക്കുന്നു. ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണ് ഉപദേശിക്കുന്നത്? ആശാന്റെ ഒരു സുഹൃത്താണ്, നിങ്ങൾ 9ാം ക്ലാസ് മുതൽ സുഹൃത്തുക്കളാണ്. വർഷത്തിൽ ഒന്നെങ്കിലും നിങ്ങൾ കാണാറുണ്ട്. എൻ്റെ വീട് കാണാൻ ചെല്ലാറുണ്ടാണ്, എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ്. മാതാപിതാക്കളൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആശംസ ചേർന്നിരുന്നു. അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങളിലും ഇങ്ങോട്ടും ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്, സൗഹൃദം പങ്കുവയ്ക്കാറുണ്ട്, വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ നാഗാലാൻഡിലാണ് വർക്ക് ചെയ്യുക. എങ്കിലും ആശംസ വിവാഹത്തിനോട് എത്തിച്ചേരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം അത് സാധിച്ചു. അപ്പോൾ ഇനി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നവരോ കുടുംബ ജീവിതത്തെ പറ്റി ഉപദേശിക്കാൻ വൈദ്യർക്ക് ഇങ്ങനെ സാധിക്കുമെന്ന് പലപ്പോഴും
കുടുംബ ജീവിതത്തിന് ഒരു മാതൃക കാണിച്ചു തരാൻ നമുക്ക് ചുറ്റുപാടുന്നത് നോക്കിയാൽ ഒന്നുമില്ല. നെഗറ്റീവായിട്ടല്ല, വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. വൈദികർക്കും സന്യസ്തർക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി നിങ്ങൾ അതുപോലെ അനുകരിക്കുക എന്ന് പറയാം. പക്ഷെ ഒരു കുടുംബ ജീവിതത്തെ നിങ്ങൾ ആ കുടുംബത്തെ നോക്കി പഠിക്കുമെന്ന് പറയാൻ പറ്റില്ല. തിരു കുടുംബത്തെ നോക്കി നിങ്ങൾ പഠിക്കൂ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം കുടുംബ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ യോസേഫ് പിതാവിന്റെ സാഹചര്യമല്ല നമ്മുടെ ഓരോരുത്തരുടെ കുടുംബ ജീവിതത്തിന്റെ സാഹചര്യം. നമ്മുടെ മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതം നമ്മൾ അനേകം തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ സാഹചര്യം. ഈ ഇരിക്കുന്ന ഓരോ ദമ്പതിമാരുടെയും കുടുംബ ജീവിതത്തിന്റെ സാഹചര്യങ്ങളല്ല നമ്മുടെ സാഹചര്യങ്ങൾ. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ഒരു മാതൃക നൽകാൻ ഇല്ല. നിങ്ങളുടെ കുടുംബജീവിതം വളരെ വ്യത്യസ്തമാണ്. ആദവും ഹവ്വയുടെ കുടുംബജീവിതത്തിന് ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കുടുംബജീവിതമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ആ സംഭവിക്കാൻ പോകുന്ന കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷങ്ങളുണ്ട്, ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്, വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. അതിനെ മറ്റു കുടുംബജീവിതങ്ങളെ നോക്കി അവരതിനെ എങ്ങനെ അതിജീവിച്ചു, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തപ്പോൾ അതൊരു കുഴപ്പമായി മാറി എന്ന് തിരിച്ചതിന്റെ മാതൃകൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ കുടുംബജീവിതത്തിന്റെ മാതൃകകൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെ ആ ഒരു സ്നേഹവും ആ ഒരു കൂട്ടായ്മയും വളർന്ന് എല്ലാവരും കുടുംബത്തിലാണ് വളർന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമുക്ക് അറിയാം. എല്ലാം സന്തോഷമല്ല, എന്നാൽ എല്ലാം ദുഃഖങ്ങളുമല്ല. സഹന സന്തോഷങ്ങളുടെ സമ്മിശ്രണമായ ജീവിതമാണ് കുടുംബജീവിതം എന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ആ പ്രശ്നത്തെ എങ്ങനെ നേരിട്ടു, ആ കുടുംബനാഥയും ആ പ്രശ്നത്തെ എങ്ങനെ നേരിട്ടു, അവർ അത് ക്ഷമിച്ചപ്പോൾ, അവർ അതിനെ ഈ രീതിയിൽ കണ്ടപ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് വലിയ സമാധാനം ഉണ്ടായി, വലിയ സന്തോഷമുണ്ടായി. അത് പാഠമാക്കുക. എന്നാൽ അവർ അത് ചെയ്തപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടായി, ഭിന്നതകളുണ്ടായി. അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും ആകപ്പെടാതിരിക്കട്ടെ, ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എങ്കിലും നമ്മളെപ്പോഴും മാതൃകയാക്കുന്ന വിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേഫ് പിതാവിന്റെയും കുടുംബജീവിതത്തെ ഇടയ്ക്കൊക്കെ നോക്കുന്നത് നല്ലതാണ്. അവരെങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരു ഇടുത്തി പോലെ യോസേഫ് പിതാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു വാർത്തയാണ് താൻ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന വിശുദ്ധ കന്യകാമറിയം കന്യകയല്ല, അവൾ ഗർഭിണിയാണ് എന്ന് സംഭവിച്ചിരിക്കുന്നു. അതിന് ഉത്തരവാദി ആരുമാണ് എന്ന് യോസേഫ് പിതാവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ അടുത്തിടെ യൂദയായിലെ മലമലത്തിലൂടെ എവിടേക്കോ യാത്ര പോയിരുന്നു. അവിടെ വെച്ചെന്തോ തട്ടുകേട് പറ്റിയെന്നല്ലാതെ മറ്റൊരു യോസേഫ് പിതാവിന് മനസ്സിലായിട്ടുണ്ടാവില്ല. യഹൂദരുടെ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ ഗർഭിണിയാകുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം. ആദ്യത്തെ കല്ലെറിയുന്നത് ആ പ്രതിസുദ്ധ വരനാണ് എന്ന് യോസേഫ് പിതാവിന് അറിയാം. നിയമം അനുസരിച്ച് ചെയ്യേണ്ടത് കല്ലുപിറക്കി അവളെ എറിഞ്ഞു കൊല്ലുക. അവൻ മാത്രമല്ല, ചുറ്റുമുള്ളവരെ കല്ലുകളെടുക്കും അവളെ എറിഞ്ഞു കൊല്ലുക. കാരണം നിയമം അങ്ങനെ അനുശാസിക്കുന്നു. പക്ഷേ യോസേഫ് പിതാവിന് തീരുമാനമെടുത്തു. വിവാഹം നിശ്ചയം കഴിഞ്ഞതാണ്. ഇത് ദൈവം എന്നെ ഏൽപ്പിച്ച കന്യകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയിരിക്കാം, എന്തെങ്കിലും ആകട്ടെ, അവരുടെ കണ്ണുനീര് വീഴാൻ ഞാൻ ഒരിക്കലും ഇവിടെ വരത്തില്ല. അതുകൊണ്ട് യോസേഫ് പിതാവ് തീരുമാനമെടുത്തു, ഞാൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കും. രഹസ്യത്തിൽ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവളെ ഉപേക്ഷിച്ച് കളയുന്നതല്ല, മറിച്ച് അയാൾ ഏറ്റെടുക്കും. ഞാനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി, ഞാനാണ് ഇവിടെ നശിപ്പിച്ചത്. ഇന്ന് ഞാൻ ഇവിടെ നാട് വിടും. ഞാൻ ജനിച്ച ദേശവും എന്റെ നാട്ടുകാരും എന്റെ പേരും പെരുമയും എല്ലാം ഉപേക്ഷിച്ച് ഈ തെറ്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ ഇന്ന് ഈ നാട് വിട്ട് ഒളിച്ചോടി പോകും. അപ്പോൾ അവളെ എറിയാൻ കല്ലുകൾ എടുക്കുന്ന ആ കരങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെ തോളിൽ തട്ടി പറയും, ആ നീചൻ നിന്നെ വഞ്ചിച്ചു, മോളെ നീ കരയണ്ട, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. യോസേഫ് പിതാവിന്റെ ഒരു തീരുമാനമാണ്. സ്വന്തം ജീവിതത്തിൽ ത്യാഗങ്ങളെ എടുത്ത് എന്റെ ജീവിതം നശിച്ചിട്ടാണെങ്കിലും എന്റെ ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്ന എന്റെ ജീവിത പങ്കാളിയുടെ കണ്ണീര് കാണാൻ ഞാനായിട്ട് ഇടവരത്തില്ല. ഈ ഒരു തീരുമാനം എടുത്ത നിമിഷം മാലാഖ യോസേഫിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, യോസേഫേ നീ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവിൽ നിന്നാണ് പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ചിരിക്കുന്നത്. പിന്നീടാണ് ഈ പരിശുദ്ധാത്മാവ് എന്താണ്, ദൈവം എന്താണ്, ഈ ദിവ്യഗർഭം എന്താണ്, ഈ ശിശു ആരാണ് എന്നൊക്കെ യോസേഫ് പിതാവിന് മനസ്സിലായത്. അതുകൊണ്ട് യോസേഫ് പിതാവിന് അറിയാം ഏതാണ് പരിശുദ്ധാത്മാവ്, എന്താണ് ദിവ്യഗർഭം, ഇതൊന്നും അറിയില്ല. യോസേഫ് പിതാവിന്റെ തീരുമാനം, എനിക്ക് ദൈവം ഏൽപ്പിച്ചു തന്ന ഈ ജീവിത പങ്കാളിയുടെ കണ്ണുനീര് ഞാൻ കാരണം വീഴാൻ ഇടയാകുകയില്ല. പരിശുദ്ധ കന്യകാമറിയത്തെ നോക്കിയേ എങ്ങനെയാണ് കാര്യങ്ങളെ പരിശുദ്ധ കന്യകാമറിയം നേരിട്ടത്. ഒരു വിവാഹ വിരുന്നില് പരിശുദ്ധ കന്യകാമറിയവും ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടു. അവരുടെ വീട് നിർത്തുപോയി.
അതനുസരിച്ചാണെങ്കിൽ സ്ത്രീകളുടെ മറയിൽ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. സ്ത്രീകളെ ഞാൻ അപമാനിക്കുകയല്ല, നിങ്ങൾ തന്നെ പരിശോധിക്കുക. ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞതാ, ഈ കേന്ദ്രം വിളിക്കണ്ടായിരുന്നു, മരണത്തുണി വീട് നിന്ന് പോയി. ഞാൻ പണ്ടേ പറഞ്ഞതാ, ഒരു വിവാഹത്തിനൊക്കെ നടക്കുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞതാ, നല്ല ആൾക്കാരെ കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവരും മുൻകരുതലൂടെ ചെയ്യണം. ഞങ്ങളുടെയൊക്കെ മക്കളുടെ വിവാഹത്തിന് ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കുറ്റപരം 4 പേരോട് പറഞ്ഞ് ആ കുടുംബത്തിന്റെ അഭിമാനം നശിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്ത് വരാറുണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ സ്ത്രീ എന്തായിരിക്കണമോ അതാണ്, ഒരു അമ്മ എന്തായിരിക്കണമോ, ഒരു ബന്ധു എന്തായിരിക്കണമോ അതാണ് പരിശുദ്ധ കന്യകാമറിയം കാണിച്ചു തന്നത്. അവൾ ഒരു സ്ത്രീകളുടെ കുടുംബത്തിൽ പോയി ഈ കുടുംബത്തെ പറ്റി കുറ്റം പറഞ്ഞില്ല, മറിച്ച് അവൾക്കൊരു പരിഹാരം ഉണ്ടായിരുന്നു. അവൾ തന്റെ മകന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, അവർക്ക് ഉത്തരം യേശുവിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ യേശു സമ്മതിച്ചില്ല, സ്ത്രീയെ ഏൽപ്പിക്കുന്നതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവ പരിചാരങ്ങളോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുന്നത്. വലിയ ഈ ഒരു മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഓടിപ്പോകേണ്ടത് നമ്മളുടെ കൂട്ടുകെട്ടുകളിലേക്കല്ല, നമ്മളുടെ പിറുപിറുക്കലുകളിലേക്കല്ല, മറിച്ച് കഥാവിടത്തേക്ക്. എവിടെയാണോ ഉത്തരവുള്ളത് അവിടേക്ക്, അവിടെ ചെന്നൊരു പരിഹാരം കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അവിടെ പരിശുദ്ധ അമ്മയും സ്ത്രീഹന്മാരെന്ന് പറയുന്ന സമയമാണ്. സഭയുടെ അടുത്തേക്ക് പോവുക. സഭയുടെ ഉദാശകളിലൂടെയാണ് നമ്മൾ ഈ അനുഗ്രഹം നേടിയെടുക്കുക. ഈ വിശുദ്ധ ഉദാശയിൽ ഈ മരണം വരെ ജീവിക്കാനുള്ള എല്ലാ കൃപയിൽ നിന്നും ലഭിക്കുകയാണ്. പക്ഷെ പാപത്തിന്റെ പ്രലോഭനങ്ങളുടെ തിന്മകളുടെ കരകൾ ജീവിതത്തിൽ വന്നാൽ ഒരുപക്ഷെ ഈ കൃപാവനം തടസ്സപ്പെട്ടേക്കാം. പക്ഷെ കൃപാവനം അവിടെ തന്നെ ഉണ്ട്. അതിനാണ് തുടർന്നുള്ള വിശുദ്ധ കുർബാനകൾ, തുടർന്നുള്ള വിശുദ്ധ കുമ്പസാരങ്ങൾ. ഇനി നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും രീതിയിൽ വളർത്തുമ്പോൾ അനേകം ദൈവാനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെ എല്ലാം നിങ്ങൾക്ക് ഉദാശകളുണ്ട്, സഭയുണ്ട് നിങ്ങളോടൊപ്പം. അതുകൊണ്ട് പ്രിയമുള്ള നവദമ്പതിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാതൃകയാക്കേണ്ട ചുറ്റുമുള്ള കുടുംബങ്ങളെ നോക്കുക, നിരീക്ഷിക്കുക. ആശംസകൾ വലിയ യാത്രക്കാരനാണ്, നമുക്കറിയാം. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യയിൽ പേരുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ പോയി യാത്ര ചെയ്തിട്ടുള്ള ഒത്തിരിയേറെ സുഹൃത്ത് ബന്ധങ്ങളുള്ള, ഒത്തിരിയേറെ അനുഭവങ്ങളുള്ള, അനേകം സംസ്കാരങ്ങൾ കണ്ടിട്ടുള്ള ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ആ ജീവിതാനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റുകൂട്ടും. ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടെത്തിയ ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഇതൊരു കുരിശുമരണമാണ്. ഇന്ന് ഇവരുടെ പീഡാനുഭവം വെള്ളിയാണെന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് അർത്ഥത്തിൽ ഒരിക്കലും എടുക്കരുത്. കാരണം ആ പീഡാനുഭവം വെള്ളിയാണ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലും ഓരോ ആഘോഷങ്ങളിലും നമ്മൾ വീണ്ടും ഏറ്റവും ആഘോഷമായി ചേർന്ന് അർപ്പിക്കുന്നത്. ഈ വിശുദ്ധ കുരിശുമരണമാണ് ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ നിങ്ങൾ വെച്ചിരിക്കും. ഒന്ന് താലി, മോതിരം, ഈ മന്ത്രകോടി, 3 ആണികളാണ്. തറയ്ക്കപ്പെടാൻ പോവുകയാണ് കുരിശിലേക്ക് തറയ്ക്കപ്പെടുമ്പോൾ അറിയാം, ഇനി ആ കുരിശിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഒരാൾ മരിക്കണം. അതെ, ഇത് ഇന്നു മുതൽ മരണം വരെയുള്ള ഒരു ഉടമ്പടിയാണ്. ഗെത്സമേനിയിൽ വെച്ച് യേശു പറഞ്ഞു, പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ആ നിമിഷം അതാണ് നിങ്ങളുടെ സമ്മതം. നിങ്ങൾ സമ്മതിക്കുകയാണ്, ഇന്നു മുതൽ മരണം വരെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാം. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാം. ആ സമ്മതത്തിന് ഇന്ന് നിങ്ങൾ കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. കുരിശിൽ വ്യക്തിയായി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ രണ്ടുപേരും എത്രയോ ചേർന്നാണ് നിൽക്കുക. യേശു ക്രിസ്തു കുരിശിലേക്ക് ചേർന്ന് നിൽക്കുന്നത് പോലെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഈ ഒരു ശരീരമായി നിൽക്കുകയാണ്. ഈ ആണികളാണ് നിങ്ങളെ ആ കുരിശിൽ ചേർത്ത് നിർത്തുക. കുരിശിൽ കയറുക എന്ന് പറഞ്ഞാൽ അതൊരു സഹനമാണെന്ന് നമുക്കറിയാം. പക്ഷേ ക്രിസ്തു കുരിശിൽ കയറിയപ്പോൾ അവൻ കൈകൾ വിരിച്ച് ആ ആണിപ്പഴുതുകളിൽ തന്റെ ശരീരം ഉറപ്പിച്ചു വെച്ചപ്പോൾ അവന്റെ ഉള്ളിലുള്ള വലിയ സന്തോഷം, എന്റെ മുൻപിൽ കാണുന്ന ഈ ജനം മുഴുവൻ, എന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഈ ജനത്തിന് മുഴുവൻ രക്ഷ നൽകാൻ ഈ ജീവിതത്തിന്, ഈ കുരിശുമരണത്തിന് സാധിക്കുമല്ലോ എന്നുള്ള ആ വലിയ സന്തോഷം അവനെ ആ കുരിശിൽ കയറ്റാൻ ഒരുക്കി. പ്രിയമുള്ളവരെ, ഈ വിവാഹ ജീവിതം, ഈ വിവാഹ ഉദാശയുടെ കുരിശുമരണം ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ
അനേകരെ തങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ. ഇപ്പോൾ 2 കുടുംബങ്ങൾ ഒന്നിക്കുകയാണ്, ബന്ധുക്കളുടെ എണ്ണം കൂടി, മക്കളുണ്ടായി, അവരുടെ കുടുംബ ജീവിതങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വലിയ സമൂഹത്തെ രക്ഷയിലേക്ക് നയിക്കാനുള്ള വലിയ വിളി, രക്ഷ ഈ കുരിശുമരണത്തിൽ നിങ്ങൾ കണ്ടെത്തട്ടെ. മരണത്തിന് മാത്രമേ നിങ്ങളെ വേദനിക്കാനാവൂ. പക്ഷെ കണ്ടെത്തിനപ്പോൾ ഒരു ഉദ്ധാനമുണ്ട്. അവിടെ നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു നല്ല സുഖം നമുക്ക് ഇപ്പോഴും സ്വപ്നം കാണാം. ജീവിതത്തിലെ സന്തോഷങ്ങളെയും സഹനങ്ങളെയും കർത്താവിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോടുകൂടി നമുക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാം. ഇതിനോടൊപ്പം നമ്മൾ ഓരോ ജപമാലയും നിങ്ങൾക്ക് നൽകും. കുരിശു ചോദ്യത്തില് പരിശുദ്ധ അമ്മയുണ്ട്. ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ്, ഇതാ നിന്റെ മകൾ എന്ന് പറഞ്ഞ് യേശു ഈ നിമിഷം നിങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. ആ അമ്മ ഇതെന്റെ മകളാണ്, ഇതെന്റെ മകനാണ്, ഇത് നിങ്ങളുടെ കുടുംബ ജീവിതം എന്റെയും ജീവിതമാണ് എന്ന് പരിശുദ്ധ അമ്മ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്, സഭയോട് ചേർന്നുകൊണ്ട്, ശിഷ്യന്മാരോട് വിശുദ്ധരോട് ചേർന്നുകൊണ്ട് നമുക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ഈ ബന്ധുജനങ്ങളും ഇവരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കനായില് വെള്ളം വീഞ്ഞായപ്പോൾ കലവറക്കാർ അറിഞ്ഞിരുന്നു അത് എവിടെ നിന്നാണ് വന്നത് എന്ന്. ആ കലവറക്കാർ അണിഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യരും അവരാണ് നിങ്ങൾക്ക് വേണ്ടി വെള്ളം നിറച്ചത്. ഇവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി വെള്ളം നിറയ്ക്കുന്നവരാണ്, അതായത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അവർ നിറച്ച വെള്ളം, ഞങ്ങളൊക്കെ നിറയ്ക്കുന്ന ഈ വെള്ളം ദൈവം വീഞ്ഞാക്കി നിങ്ങളുടെ ജീവിതത്തെ മധുരതരമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയുകയും അമ്മയുടെ ദാസനും വാഗ്ദാനം ചെയ്തിടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അമ്മയുടെ സ്നേഹങ്ങളെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ ദൈവമേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരായ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശയോട് ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവൻ സമൃദ്ധമായി ചൊരിയണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. തിരുസഭയുടെ നടപടികൾ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മരിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികൾ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം ചേർത്ത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കാനും
ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ഇതിനെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിന്റെ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സമുദ്രത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ ശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. കാതിൽ
അങ്ങയുടെ സംരക്ഷണത്തിന്റെ നല്ലവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. കർത്താവേ, സിംഹായി പ്രതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുവഴുത്തിന്റെ നായകന്മാർ സെൽഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തിന് ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനെ സ്ത്രീയെ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായിരുന്നു വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും കൃതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ അവകാശ നിങ്ങളെ ശുദ്ധരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൊട്ടാരമേ, നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ശുദ്ധമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാക്ക സുഹൃത്തുക്കളെ ദൈവങ്ങളോട് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മനോഹരയാവത്തേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ നിങ്ങളെ ഉപരാകട്ടെ. നാമത്തിമാരായ നിങ്ങളെയും ഈ ദീർഘമത പ്രവചിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി ആസ്വാദിക്കട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ.
മറിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തെ ഏറ്റവും അധികം മനോഹരമാക്കി തീർക്കുന്നത്. ആശംസും മരിയും ഇന്ന് അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന്. അതിൽ പങ്കുചേരുവാനും അവർക്ക് വിഷസ് അറിയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഇവരുടെ രണ്ട് ഫാമിലിയുടെ പേരിലും വെൽക്കം ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ സെറിമണിയുടെ ഭാഗമായിട്ട് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്നത്തെ ഹാൻസം ഗ്രൂപ്പ് മിസ്റ്റർ ആശംസ് വർഗീസ് ജാൻസി ദമ്പതികളുടെ മൂത്ത മകനാണ് ആശംസ്. He completed PGDM from Rajgiri College and currently working at Kanakari Cooperative Bank. ഇനി നമുക്ക് ചേച്ചിയെ പരിചയപ്പെടാം. The lady of the day, അതെ, ഇന്നത്തെ ബ്രൈഡ് മരിയ. തൂമ്പുഴയിൽ മാത്യു ഹോസ്ലി ദമ്പതികളുടെ മൂത്ത മകളാണ് മരിയ. She completed her masters from Christianity College, Bangalore and currently working at Kanakari Cooperative Bank. ഈ ഒരു ദിവസത്തെ വിശിഷ്ട അതിഥികളാണ് ഇവർ. ഇവരെ കൂടാതെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒത്തിരിയധികം പ്രയത്നിക്കുകയും ഇവർ ജനിച്ച ഒരു നാൾ മുതൽ ഈ ഒരു ദിവസം സ്വപ്നം കാണുകയും ചെയ്ത മറ്റു പലരുമുണ്ട്. അതിൽ ചില ആളുകളുടെ പേരൻസും അതുപോലെ തന്നെ സിബ്ലിംഗ്സും. അവരും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആദ്യമേ തന്നെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ആശംസിന്റെ പേരൻസായ വർഗീസ് ആന്റണിയെയും ജാൻസി ആന്റണിയെയും ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വർഗീസ് ആന്റണി റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. അതുപോലെ തന്നെ ജാൻസി ആന്റണി റിട്ടയർഡ് ടീച്ചറാണ്. ആശംസിന്റെ പേരുകളായിട്ടുള്ള ആർഷയാണ്. ഏറ്റവും അധികം സ്നേഹത്തോടുകൂടി ആർഷ വെൽക്കം. ഇവരോടൊപ്പം തന്നെ അടുത്തതായിട്ട് വെൽക്കം ചെയ്യാനുള്ളത് മരിയയുടെ ഫാമിലിനെയാണ്. മരിയയുടെ ഫാമിലിയിലെ പാരൻസ് ആയിട്ടുള്ള മാത്യു അങ്കിളിനെയും റോസ്ലി ആന്റിനെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മരിയയുടെ സിബ്ലിംഗ്സായ ആൻമരിയയും ജെയിംസിനെയും ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആൻമരിയ കറന്റ് ഡൂയിങ് ACCA ആൻഡ് ജെയിംസ് സ്റ്റഡിയിങ് 11th സ്റ്റാൻഡേർഡ്. ഇപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഫ്രെയിമായി മാറിയത്. എല്ലാവരും ഒന്നിച്ച് ചേർന്നപ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് മാറിയത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരു മനോഹരമായ വസ്ത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന്? വ്യത്യസ്തങ്ങളായ നൂലുകളെ അടുപ്പിച്ചടുപ്പിച്ച് നിർത്തുമ്പോഴാണ് ഒരു മനോഹരമായ വസ്ത്രം രൂപപ്പെടുന്നത്. അത്തരത്തില് ആശംസും മരിയും കൂടി ഇന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള അവരുടെ ജീവിതത്തിന്റെ അവരുടെ കുടുംബത്തിന്റെ വ്യത്യസ്തങ്ങളായ നൂലുകളാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും. ആദ്യമായി തന്നെ വിവാഹ ജീവിതത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിയാണ്. അതിനായി ആശംസയെയും മരിയയെയും സ്വാഗതം ചെയ്തു. അവരോടൊപ്പം തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും ക്ഷണിക്കുന്നു. ആശംസയും മര്യാദയോടൊപ്പം ബന്ധപ്പെട്ടോട്ടെ. ഇന്നിവർ ഇവിടെ എടുത്തിരിക്കുന്ന പ്രോമിസ് പോലെ ഇന്നു മുതൽ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നു ചേർന്ന് ജീവിക്കാൻ ഇവർക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു.
They kill
my hand, it's yours to hold. I give myself to you. Here's my heart, please make it yours. I give my love to you. We are two becoming one. Here I am, here's all of me. You have all that once was mine. And here's my promise, I'm yours to hold. I'll stay here by your side. We are two becoming one. We are two becoming one. May what He's joined me not undone. May our love for Christ on display. When we're weak and when we're strong, when it's hard to carry on, oh God, we want your love on display. We are two becoming one. Here's my life, I lay it down. I give up myself for you. And here's my will, I submit to you. I will follow where you lead. We are two